ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രവും അതിനെ സെൻസർ ബോർഡ് ഏർപ്പെടുത്തിയ പേര് മാറ്റം അടക്കമുള്ള നിർദ്ദേശങ്ങളും നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിരുന്നതായിരുന്നു. ഹൈക്കോടതി ഇടപെടലോടെയാണ് അതിൻ്റെ അകത്ത് കൂടുതൽ വ്യക്തത വന്നത്. നിലവിൽ സെൻസർ ബോർഡ് 96 കട്ടുകൾ പറഞ്ഞിരുന്നെങ്കിലും അവസാനം അതിൻ്റെ പേര് മാറ്റുകയും പിന്നെ കോടതി രംഗങ്ങളിലൊന്നിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പേര് ഇല്ലാതാക്കുകയോ ചെയ്യുക എന്നുള്ള ആവശ്യമാണ്. ഈ 2 ആവശ്യങ്ങളും അംഗീകരിച്ച് സിനിമയുടെ പേര് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കിയിട്ടുണ്ട്. ജാനകിയുടെ പിതാവിൻ്റെ പേര് വിദ്യാധരൻ, അത് ഇനിഷ്യലായിട്ട് കൊടുക്കണമെന്നുള്ളതായിരുന്നു ഒരു നിർദ്ദേശം. ഇതാണ് സെൻസർ ബോർഡ് പറഞ്ഞത്. ഈ 2 നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ ചിത്രം വീണ്ടും സെൻസർ ബോർഡിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ വിഷയമാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. അജിംസെ, ഇതിൽ സെൻസർ ബോർഡ് കോടതിയിൽ നൽകിയിരിക്കുന്ന ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നൊരു കാര്യം, ഈ പേര് മനഃപൂർവ്വമാണ് ജാനകി എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 5 ഭാഷകളിൽ വരുന്നൊരു പടമാണ്. അപ്പോൾ ഈ ജാനകി എന്ന പേര് വരുമ്പോൾ അത് ഒരു മതവിഭാഗത്തിന് അവർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പേര് മാറ്റണം. മറ്റൊന്ന്, ജാനകിയെ ഈ ചിത്രത്തിൽ ഒരിടത്ത് രക്ഷിക്കാനായിട്ട് വരുന്നത് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ ഗൂഢോദ്ദേശത്തോടു കൂടിയാണെന്നാണ് സെൻസർ ബോർഡ് പറയുന്നത്. എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ആ അഫിഡവിറ്റ് വായിച്ചു നോക്കി. യഥാർത്ഥത്തിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ ഇരിക്കുന്ന ആളുകളെ ആണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് വേണമല്ലോ അഫിഡവിറ്റ് വായിക്കാൻ. വിദ്യാബാലനാലുണ്ട്. അതിലെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള ബോർഡ് അംഗം എന്ന് പറയുന്നത് വിദ്യാബാലനാണ്. ഈ വിദ്യാബാലൻ ഇത് റിവ്യൂ കമ്മിറ്റിയിൽ എന്ന് നമുക്കറിയില്ല. ആദ്യം ഒരു 9 അംഗ കമ്മിറ്റിയാണ് ഇത് കണ്ടത്. പിന്നെ ഒരു 15 അംഗ വേറൊരു കമ്മിറ്റിയിലേക്ക് ഇത് അയച്ച് തിരുത്തലുകൾ സ്വീകരിച്ചതിന് ശേഷമാണ് ഇവർ ഈ നിലപാട് സ്വീകരിച്ചതെന്നാണ് വാർത്തകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അതിൽ വേറെ കുറേ ആൾക്കാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ വിവേക് അഗ്നിഹോത്രിയാണ്. ആ പേര് കേരളത്തിൽ വളരെ സുപരിചിതമാണ്, കേരള ഫയൽസിൻ്റെ സംവിധായകൻ. അപ്പോൾ കേരള ഫയൽസ് പോലെ ഒരു ചിത്രം എടുക്കുന്ന ഒരാൾ ഈ ഒരു മിഥിക്കൽ ക്യാരക്ടറിൻ്റെ പേര് ഒരു സിനിമയിലെ കഥാപാത്രത്തിന് ഇട്ടു എന്നതിൻ്റെ പേരിൽ ആ സിനിമയിൽ കട്ടേർപ്പെടുത്തും എന്നുള്ളത് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമേ അല്ല. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് അദ്ദേഹം നുണക്കഥകൾ ഉണ്ടാക്കുകയും റിയാലിറ്റി എന്ന വ്യാജേന അത് പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള BJP നോമിനീസ് ആയിട്ടുള്ള കുറേ അധികം ആളുകൾ അതിലുണ്ട്. എല്ലാവരും RSSൻ്റെയും BJPയുടെ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളല്ല CBFCയിലുള്ളത്. വിദ്യാബാലനെ പോലുള്ള എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത്തരം ആളുകൾക്ക് അതിൽ പ്രാമുഖ്യമുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അവരുടെ വാദം, ഇപ്പോൾ സിഗേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ബോധപൂർവമാണ് ഈ പ്രവീൺ നാരായണൻ എന്ന് പറയുന്ന സംവിധായകൻ ആ കഥാപാത്രത്തിന് ജാനകി എന്ന പേര് നൽകിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ വാദത്തിൻ്റെ അടിസ്ഥാനവും ലോജിക്ക് എന്താണ്? യഥാർത്ഥത്തിൽ ഈ ഹർജി വരുന്നത് N നഗരേഷ് എന്ന് പറഞ്ഞ ജഡ്ജിയുടെ കീഴിലാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആ ഒരു ജഡ്ജി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മുൻ ജഡ്ജ്മെൻറ്റുകൾ പരിശോധിക്കുമ്പോൾ ഈ ഹർജിയോട് ആ ബെഞ്ച് സ്വീകരിച്ച സമീപനം കൂടി പരിശോധനാ വിധേയമാക്കേണ്ടതാണ്. മീഡിയ വൺ നിരോധന കാലത്ത് നമ്മൾ ആദ്യമായി ഹർജി കൊടുത്ത നഗരേഷിൻ്റെ ബെഞ്ചിലാണ്. നഗരേഷിന് അതിലാണ് അത്രയും സംഹിതയൊക്കെ ഉദ്ധരിച്ച് രാജഹിതത്തിന് വഴങ്ങണം, എന്താ ദേശസുരക്ഷ രാജധർമ്മമാണ് എന്നൊക്കെ പറയുന്ന ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ഒരു വിധി നടത്തിയ ആളാണ് N നഗരേഷ്. പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു ജഡ്ജിയാണ്. അദ്ദേഹത്തിന് മുമ്പിൽ ഇത് വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റേതെങ്കിലും ബെഞ്ചിലായിരുന്നു ആ ഹർജി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് വിൽ ഗോയിങ് ടു ട്രാഷ്. ഒരു സംശയം വേണ്ട. കാരണം നമുക്ക് സാധാരണ ഒരു വാർത്തകളെയും കോടതി നടപടികളിലൊക്കെ സൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു 18 വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായ ഏത് ഇന്ത്യൻ പൗരനും ആ ഹർജിയുടെ ഗതി എന്താകും, അല്ലെങ്കിൽ CBFCയുടെ ആ പറയുന്ന സത്യവാങ്മൂലത്തിൻ്റെ ഗതി എന്താണെന്നുള്ളത് കോമൺ സെൻസിൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ കോമൺ സെൻസിനപ്പുറം നമ്മുടെ കോടതികൾ പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമാണ് CBFCയുടെ വാദം മുഖവിലക്കെടുക്കാനും പിന്നീട് കോടതി അതൊരു മധ്യസ്ഥ ചർച്ചയിലൂടെ ഈ തർക്കം പരിഹരിക്കാനും ശ്രമിച്ചത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായൊരു ദിശാസൂചിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യൻ സിനിമ തുടങ്ങിയതിന് ശേഷം ഇന്നേ വരെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെയൊക്കെ പേരുകൾ എന്താണ് എന്ന് മാത്രമല്ല, ഈ പറയുന്ന മിത്തിക്കൽ ക്യാരക്ടേഴ്സ് അവരിൽ പലരും ദൈവങ്ങളാകും. നമ്മൾ കൾച്ചറിൽ നമ്മൾ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്നവരായിരിക്കാം. അവരുടെ പേരുകളല്ലേ നമ്മൾ മനുഷ്യന്മാർക്ക് ഇടുന്നത്. ഇപ്പോൾ ജാനകി എന്നുള്ള പേര് എത്രമാത്രം ഇന്ത്യയിൽ പോപ്പുലറായ ഒരു പേരാണ്. അത് ഇപ്പോൾ പഴയ തലമുറയിൽ മാത്രമല്ല പുതിയ തലമുറയിലും കുട്ടികൾക്ക് ജാനകി എന്ന പേരിടുന്നുണ്ട്. അപ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ള പേരാണ്. ആ പേരിടുന്നത് എന്തുകൊണ്ടാണ്? അത് സീതയോടുള്ള ആളുകളുടെ സ്നേഹം കൊണ്ടാണ് ആ പേര് സ്വീകരിക്കുന്നത് തന്നെ. അപ്പോൾ അത് ദൈവത്തിൻ്റെ പേരാണ്. അപ്പോൾ നാളെ ഈ ജാനകി എന്ന് പറയുന്ന ഒരു വ്യക്തി മയക്കുമരുന്ന് കച്ചവടം ചെയ്താൽ അതിന് സീത ഉത്തരവാദിയാവുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന ജാനകി എന്ന വ്യക്തി ഒരു മർഡർ ചെയ്തു, അതിന് സീത ഉത്തരവാദിയല്ലല്ലോ. അതൊക്കെ എന്തുമാത്രം ചൈൽഡിഷ് എന്ന് തന്നെ വിളിക്കണം. എത്രമാത്രം ചൈൽഡിഷ് ആയിട്ടുള്ളൊരു വാദമാണ്. ഞാൻ വാദം ഉന്നയിക്കുന്ന CBFCയുടെ വിശദത്തെക്കുറിച്ചല്ല ഞാൻ സംശയിക്കുന്നത്. ആ വാദം പരിഗണിച്ചുകൊണ്ട് ഇതൊരു തർക്കമാണ്, ഇതൊരു ആർബിട്രേഷനാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു കോടതി ഉണ്ടല്ലോ,
നമ്മൾ പലപ്പോഴും അലഹബാദ് ഹൈക്കോടതിയെ പറ്റി ഇവിടെ നിന്ന് പലപ്പോഴും വിമർശിക്കാറുണ്ട്, അതിൻ്റെ യുക്തി, അതിൻ്റെ ലോജിക്കിനെ പറ്റി. ആ യുക്തി കേരള ഹൈക്കോടതിയിലേക്ക് കൂടി ബാധിച്ചിരിക്കുന്നു. അത് എത്രമാത്രം അപകടകരമാണ്, അതെന്തൊരു പ്രീസിഡൻസ് ആണ് സെറ്റ് ചെയ്യുന്നത്, അതെന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, നമ്മൾ പലപ്പോഴും ഈ സോഷ്യൽ ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുമാണ് ഈ ചില്ലിങ് എഫക്റ്റ് എന്നുള്ളത്. മീഡിയ വണ്ണിൻ്റെ നിരോധനത്തെക്കുറിച്ച് ചില്ലിങ് എഫക്റ്റ്, മാധ്യമരംഗത്ത് ഒരു ചില്ലിങ് എഫക്റ്റ് സൃഷ്ടിച്ച ഒരു വിധിയായിരുന്നു, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് നടപടിയായിരുന്നു നമ്മൾ പറയാറുണ്ട്. അതായത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ CBFC ഒരു സന്ദേശം കൊടുക്കുകയാണ് മറ്റ് ഫിലിം മേക്കേഴ്സിന്. നിങ്ങൾ എവിടെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്, നിങ്ങൾ ആർക്കൊക്കെയാണ് വഴങ്ങേണ്ടത്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ വരെയാണ് എന്ന് ഒരു പെൻസിൽ കൊണ്ട് വരച്ച് ഒരു മാർക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അത് ഒരു ചില്ലിങ് എഫക്റ്റാണ്. അത് ഇനി ഒരു തിരക്കഥ എഴുതാൻ പോകുന്ന ആൾ ഒരിക്കലും ഇനി ജാനകി എന്നൊരു പേര് ഒരു കഥാപാത്രത്തിന് ഇടില്ല. അതായത് നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പോൾ ജാനകി എന്നുള്ള പേര് മാത്രമല്ല മജോറിറ്റേറിയനിസത്തിൻ്റെ ഏതെങ്കിലും സെൻറ്റിമെൻറ്റ്സിനെ നോവിക്കുന്നതോ അലോസരപ്പെടുത്തുന്നതായ ഒന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ ഈ രാജ്യത്തിന് പാടില്ല. മോദി ഭരിക്കുന്ന ഈ രാജ്യത്ത് നടക്കില്ല എന്ന സന്ദേശമാണ് CBFC സമൂഹത്തിന് കൊടുക്കുന്നത്. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് പലരും നന്നായി പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരിച്ചതിൽ ഫെഫ്ക പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണൻ മുതലുള്ള ധാരാളം പേരുണ്ട്. ഞാൻ അതിൽ സവിശേഷമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു പേരുണ്ട്, അത് തപസ്യ എന്ന പേരാണ്. RSSൻ്റെ സാംസ്കാരിക സംഘടനയാണ് തപസ്യ ഈ CBFCയുടെ നിലപാടിനെ വിളിച്ചത് ഞാൻ ആദ്യം പറഞ്ഞ വാക്കാണ്, ചൈൽഡിഷ് എന്ന വാക്കാണ്. അപ്പോൾ തപസ്യക്കുള്ളൊരു വിസ്ഡം പോലും നമ്മുടെ ഒരു ഹൈക്കോടതി ബെഞ്ചിനുണ്ടാവാതിരിക്കുകയും CBFC ബോർഡുകൾക്കുണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇത് സംഭവിക്കാനുള്ള ഒരു കാരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആക്ച്വലി ഇതൊരു മലയാളം മൂവി എന്ന നിലയിൽ ഇതിൻ്റെ തിരുവനന്തപുരത്തെ റീജിയണൽ ഓഫീസിലായിരുന്നു ഇത് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവരുടെ പ്രൊഡക്ഷനൊക്കെ ബോംബെ ബേസ്ഡ് ആയതുകൊണ്ടും അതിൻ്റെ നിർമ്മാതാവിന് എന്തോ ബോംബെ കണക്ഷൻ ഉള്ളതുകൊണ്ടും അവരത് എളുപ്പത്തിൽ സെൻസർഷിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ബോംബെയിൽ കൊടുത്തത്. അത് അബദ്ധമായെന്ന് തോന്നുന്നു. അതർവൈസ് ഇപ്പോൾ തിരുവനന്തപുരത്താണ് അത് റിവ്യൂ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ അവർക്ക് സെൻസർ കിട്ടിയേനെ. അത് ബോംബെയിലേക്ക് വിട്ടതാണ് ഈ പ്രശ്നത്തിന് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അജിംസ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നി. ഈ ബി ഉണ്ണികൃഷ്ണൻ ഇതിൻ്റെ ഇടപെട്ട് നമ്മൾ കണ്ടിരുന്നു, ഫെഫ്കയുടെ തലപ്പത്തുകൂടിയുള്ളതാണ് അദ്ദേഹം. അതേ സമയത്ത് തന്നെ വിനയൻ ഈ സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വിനയൻ്റെ യക്ഷിയും ഞാനും എന്ന ചിത്രമാണെന്ന് തോന്നുന്നു. ആ പടത്തിനെതിരെ അത് സെൻസർ ചെയ്ത് കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അവരെ സമീപിച്ചതും അതിൻ്റെ അകത്ത് ബി ഉണ്ണികൃഷ്ണൻ നടത്തിയ ഇടപെടലുകളും വ്യക്തമാക്കിയിട്ട് വിനയൻ ഉണ്ടായിരുന്നു. അതുകൂടി പറഞ്ഞാൽ അത് പൂർണ്ണമാകുമെന്ന് തോന്നി. നിഷ, മറ്റൊന്ന്, ഇതിനു മുമ്പ് ഇത് എനിക്ക് പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഉയർന്ന ഒരു ചിത്രം എമ്പുരാനായിരുന്നു. അതിലെ പേരടക്കം 22 കട്ടുകളാണ് അവസാനം അതിന് വരുത്തിയിരുന്നത്. ഈ പടത്തിലാണെങ്കിൽ ഇതിലെ നായകൻ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ ചിത്രം കൂടിയിട്ടാണ്. ഈ വിവാദത്തിൽ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അത് നമ്മൾ കാണേണ്ടതാണ്. ഇപ്പോൾ പടത്തിൻ്റെ റിലീസ് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് എങ്കിൽ തന്നെയും ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ഒരുങ്ങുന്നത്. 5 ഭാഷകളിലുണ്ട്. ഈ വിവാദം അവർക്കൊരു പ്രചാരണത്തിനുള്ള വലിയ സാധ്യതകൾ കൂടിയിട്ടല്ലേ തുറന്നിട്ടത് എന്ന് തന്നെ വിചാരിക്കണം. സ്വാഭാവികമായും ഈ സിനിമ ആ നിലയ്ക്കുള്ള ഒരു ഇനീഷ്യൽ പുള്ള് സിനിമയ്ക്ക് കിട്ടി. കാരണം ഇതിൻ്റെ പേരെല്ലായിടത്തും എത്തി. കണ്ടന്റുമായി ബന്ധപ്പെട്ട ആളുകളെ കാണാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും സംഗതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമയുണ്ടെന്നും കേന്ദ്രമന്ത്രിയാണ് അതിൽ നായകനെന്നും ആ സിനിമ ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണെന്നുള്ള സംഗതി എല്ലായിടത്തും പേരെത്തി. അത് പ്രചാരണത്തിന് ഇത് ഇത്രയും ഗുണം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണോ, ഇത് സ്റ്റേജ് ചെയ്തതാണോ എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ആ സംശയം പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാലും ഒരു കാര്യമുണ്ട്, സുരേഷ് ഗോപി ഈ സിനിമയിൽ മുഴുനീളം അഭിനയിക്കുമ്പോഴും ഭാരതീയ സംസ്കാരത്തിനും ഹിന്ദു വിശ്വാസത്തിനും എതിരായിട്ടാണ് താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ലെന്നാണ് എൻ്റെ സംശയം. കാരണം അദ്ദേഹത്തിൻ്റെ മാലയിലും പോക്കറ്റിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, വിശ്വാസ രൂപങ്ങൾ ഘടിപ്പിച്ച് എപ്പോഴും വിശ്വാസത്തിന് വേണ്ടിയും ഭാരതീയ സംസ്കാരത്തിന് വേണ്ടിയും നിലകൊള്ളുന്ന ജ്ഞാനിയായ ഒരു കേന്ദ്രമന്ത്രി. അദ്ദേഹം ഇത്രയും ദിവസം നീണ്ടുന്ന ഷെഡ്യൂളിൽ പൂർത്തിയാക്കുന്നു, കോടതി വ്യവഹാരങ്ങളുടെ സീനുകൾ അഭിനയിക്കുന്നു. അപ്പോഴൊക്കെയും സ്വന്തം വിശ്വാസത്തെ മുറിപ്പെടുത്തുന്ന ഒരു രംഗത്തിലാണ് താൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ നായകൻ. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അത്ഭുതം തോന്നുകയാണ്. അദ്ദേഹത്തിന് അത് മനസ്സിലാവാഞ്ഞിട്ടാണോ, അതോ അദ്ദേഹത്തിന് ഇപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസത്തോട് വേണ്ടത്ര ആത്മാർത്ഥമില്ലാഞ്ഞിട്ടാണോ? സ്വന്തം വിശ്വാസത്തെ അപഹസിക്കുന്ന ഒരു സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചല്ലോ. അദ്ദേഹത്തിന് ആത്മാർത്ഥ പ്രശ്നമാണോ സംശയമുണ്ട്. അതിൽ അദ്ദേഹത്തിന് മനസ്സിലാവാത്ത പ്രശ്നമായിരിക്കും. ഇതിൽ ഏറ്റവും മർമ്മപ്രധാനമായ സംഗതി അജിംസ് ചൂണ്ടിക്കാണിച്ചത് കോടതികളാണ്. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്ന സംഗതികളോട് നോ എന്ന് പറയാൻ കഴിയാത്ത കോടതികളുടെ എണ്ണം ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. നമ്മളെപ്പോഴും പറയില്ലേ, 1991 ഉണ്ടാക്കിയ ആരാധനാലയ നിയമപഠനത്തിലൊക്കെ മറ്റ് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലെയിം ഉന്നയിക്കുന്ന നിയമപഠനമൊക്കെ കോടതികൾ അതിനെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടല്ലോ. കാരണം ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ സംഹാര രൂപവുമായിട്ട് വരുന്നു, അതിൻ്റെ കൂടെ വിഷയങ്ങളെ കൊണ്ടുവരുന്നു. അതിനോട് നോ എന്ന് പറയാൻ രാജ്യത്തെ പരമോന്നത കോടതിക്ക് പോലും അങ്കലാപ്പാണ്. അപ്പോൾ ഇവിടുത്തെ കോടതികൾ പറയാൻ, കേരളത്തിലെ കോടതികൾക്കൊക്കെ കുറച്ചുകൂടി ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെയും രാഷ്ട്രീയ അന്തരീക്ഷത്തെയും മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അങ്ങനെയല്ല, അത് വഴിപ്പെടുകയാണ്. ലോകത്തൊരാൾക്കും മനസ്സിലാവാത്ത അങ്ങേയറ്റം എന്താണ് പറയുക, നോൺസെൻസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉയർത്തിയിട്ട് ആ ഇഷ്യൂ സ്ഥാപിക്കാൻ
ഒരു സെൻസർ ബോർഡിന് കഴിഞ്ഞിരിക്കുന്നു. ജാനകി എന്നുള്ള പേര് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഈ ആരാധനാലയ നിയമം പറഞ്ഞുകൊണ്ടാണ്. ആരാധനാലയ നിയമം നിലനിൽക്കെ ഗ്യാൻവാപ്പി പള്ളിയിൽ സർവേ അനുവദിച്ച ചീഫ് ജസ്റ്റിസിൻ്റെ മകനാണ് CBFCക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഹാജരായത്. ചന്ദ്രയുടെ അപ്പോൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. ചന്ദ്രയോട് വേഗത്തിൽ ഔദ്യോഗിക വസതി ഇറങ്ങി പോകണമെന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതിനകത്ത് കോടതികൾ ഇത് വഴിപ്പെടുന്നു. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സംഘപരിവാറിൻ്റെ പണി ഇതാണ്. അവരുടെ ഭരണം 11 വർഷം നമ്മൾ കണ്ടതാണ്. സകല മേഖലയിലും സർവകലാശാലയുടെ ചീഫ് ആരായിരിക്കണം, ഗവർണർ ആരായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തലപ്പത്ത് ആര് വരണം, അവിടെ എന്തൊക്കെ നടപ്പിലാക്കണം, എന്ത് പഠിക്കണം എന്നതൊക്കെ മൊത്തം ഇവർ ഇത് പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതിനകത്തെല്ലാം ഒരു ഗേറ്റ് കീപ്പിംഗ് പോയിൻ്റായിട്ട് കോടതി നിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ കോടതി ഈ പറയുന്ന വിവരദോഷത്തിന്, ഈ ഹെയ്റ്റ് പദ്ധതിക്ക് വഴിമരുന്നിട്ട് കൊടുക്കുകയാണ്. ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. നാളെ ഏത് പേരിടും? അജിംസ് പറയാണ് ജാനകി എന്നുള്ള പേര് ഒഴിവാക്കി മറ്റു പേരിടും. ജാനകി എന്നുള്ള പേരിന് 10, 100, 200 എങ്ങാണ്ട് പര്യായപദങ്ങളുണ്ട്. അവയൊക്കെ എടുത്തു വെച്ചിട്ട് ഇത് ജാനകി സീതയുടെ പേരിൻ്റെ പര്യായമാണ് ഉപയോഗിക്കരുത് എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ജാനകി എന്ന പേരുള്ള ഒരാളെ മറ്റൊരു മതസ്ഥൻ സംരക്ഷിക്കുന്ന സീനുണ്ട്. അത് അപകടകരമാണ് എന്നാണ്. അപ്പോൾ ജാനകി, ഞാൻ വഴി നടന്നു പോവുകയാണ്, ജാനകി എന്ന് പേരുള്ള ഒരാൾ വഴിയിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു, ഞാൻ സംരക്ഷിക്കാൻ പാടില്ല. ഇന്ത്യയിലെ പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ അവരെ രക്ഷിച്ചു എന്ന് കരുതുക. അപ്പോൾ അത് ഒരാൾ പ്രശ്നമായി, ഏതെങ്കിലും ഹൈക്കോടതിയിലെ വളിപ്പൻ വക്കീൽ അതൊരു പ്രശ്നമായിട്ട് ഉന്നയിച്ചു. അങ്ങനത്തെ വക്കീലന്മാരുണ്ടല്ലോ. അത് കോടതിയിൽ വന്നു. കോടതിയിൽ വരുമ്പോൾ നിഷാദ് എന്ന പേരുള്ള ആൾ ജാനകിയെ രക്ഷിച്ചത് ദുരുദ്ദേശത്തോടെയാണ് എന്ന് വന്നാൽ നമ്മുടെ കേരള ഹൈക്കോടതി അത് പ്രശ്നമാക്കുകയും എന്നെ തൂക്കാൻ വിധിക്കുകയും ചെയ്യുമോ എന്ന് പേടിക്കണം. കാരണം അതാണ് ഇതന്നെ പ്രീസിഡൻസ് അതാണല്ലോ. കാരണം ഈ വാദങ്ങൾ കോടതി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന പ്രശ്നം നമ്മളിനിയിപ്പോൾ ആരുടെയൊക്കെ പേര് പടം പിടിക്കണം, ആരുടെയൊക്കെ പേര് പിടിക്കണം എന്ന തരത്തിൽ അവർ ലിസ്റ്റ് ഇറക്കേണ്ടി വരും. കാരണം ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം പേരുകൾക്കും ഹിന്ദു വിശ്വാസത്തിലെ ദേവതാസങ്കല്പങ്ങളുമായി ബന്ധമുള്ള പര്യായങ്ങളാണ്. അവയെടുത്ത് എങ്ങനെയാണ് ഉപയോഗിക്കുക? മൗലികമായ സന്ദേശം ഇതാണ്: ഞങ്ങൾക്ക് നിങ്ങളെ എങ്ങനെയും നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങളുടെ ഏത് കണ്ടൻറ്റും ഞങ്ങൾക്ക് തോന്നുന്ന ഒരു ന്യായം പറഞ്ഞ് വെട്ടാൻ ഞങ്ങൾക്ക് പറ്റും. അത് നിങ്ങളുടെ ലോജിക്കിനെ കുറിച്ചോ നിയമത്തെക്കുറിച്ചൊന്നും പറയണ്ട. കോടതിക്കകത്ത് പോയി നിങ്ങൾ കൊണ്ടുപോയാലും ഞങ്ങൾക്ക് വെട്ടാൻ പറ്റും. അതുകൊണ്ട് പൂർണ്ണമായും ഞങ്ങൾക്ക് വിധേയപ്പെടുക എന്നാണ്. ഞങ്ങൾക്കെതിരായ കണ്ടന്റ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. പറ്റുമെങ്കിൽ രാമായണം പുതിയൊരു വമ്പൻ പടം വരാൻ പോകുന്നുണ്ട്. അത്തരം പടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഹിന്ദുത്വ സംസ്കാരത്തിൻ്റെ ഒരു സംസ്ഥാപനത്തിന് വേണ്ടി കലാമേഖലയാകെ പണിയെടുക്കൂ. അല്ലാതെ കൂടുതൽ നിഷ്കളങ്കമായ കല, നൈർമല്യമുള്ള കല, അല്ലെങ്കിൽ ഭരണകൂട വിയോജിപ്പിൽ രേഖപ്പെടുത്തുന്ന രാഷ്ട്രീയമുള്ള കല അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി എന്നുള്ള സന്ദേശം കുറച്ചുകൂടി ആണിയടിച്ചുറപ്പിച്ച് അവർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. കോടതി അത് കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കുകയോ അതിന് താഴെ ഒപ്പിടുകയോ ചെയ്തിരിക്കുന്നു. നമ്മുടെ നിരാശാഭരിതമായ മറ്റൊരു ഘട്ടം.